പ്രിയ സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഇതൊന്ന് കേൾക്ക്. ഏറ്റവും അല്ല ഒരു ആ ബോഡി അവർ മറ്റേ ജനപ്രതിനിധി ആയതുകൊണ്ട് അവർ വിട്ട ചുമതല നിർവഹിച്ച് അവർ ആ പേഷ്യന്റിനെ കോഴിക്കോട് കൊണ്ടുപോവുകയും അവിടുന്ന് മരണപ്പെട്ട ശേഷം അവിടെ പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയി അവരെ ചുമതല ശരിയായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അതായത് ഈ കോഴിക്കോടിൽ കിടക്കുന്ന രോഗിയായ നാരായണേട്ടൻ മരിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുസ്ലിം ലീഗിൻ്റെ മെമ്പറാണ്, വരുന്നു, അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുൻഗണന എടുക്കുന്നു, ചെയ്യുന്നു. അതിൻ്റെ വീഡിയോസ് പോസ്റ്റൊക്കെ ഞാനും കണ്ടതാണ്. പക്ഷെ അന്ന് എനിക്ക് ഒരു വലിയ അതിശയം തോന്നുന്നത്, കാരണം അവർ ജോലിയില്ല പറഞ്ഞാൽ ഞാൻ വിട്ടു. പിന്നീട് ഇതങ്ങ് വൈറലായിട്ട് ഇതിൻ്റെ വിഷയം തന്നെ മാറുകയാണ്. എങ്ങനെ RSSകാരെ സഹായിക്കാൻ ആളില്ല, അതുപോലെ തന്നെ ഒരു സംഖ്യയായ ഒരാൾ മുസ്ലിം വിരുദ്ധം പറഞ്ഞു നടന്ന ഒരാളെ സഹായിക്കാൻ മുസ്ലിങ്ങൾ തന്നെ വന്നെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനത്തെ പോസ്റ്റർ ഇറങ്ങുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഏറ്റെടുത്തിട്ട് എന്തൊക്കെ പറയണോ അതൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രഘുവേട്ടനിക്ക് പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുത്ത് സേവാഭാരതിൻ്റെ ആളാക്കി മാറ്റി. അപ്പം അങ്ങേര് അവിടെ ഡെഡ് ബോഡിയൊക്കെ കത്തിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും ബ്ലോഗർ പോയി അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അയാൾ അവിടെ കത്തിക്കുന്ന ആളാണെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങേര് തന്നെ പറയുന്നുണ്ട്, ഇവർ അങ്ങേരുടെ വീഡിയോ വെച്ചിട്ടാണ്, അങ്ങേരുടെ വോയിസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നു, അവർ കളിച്ച കളിയാണ്, മനഃപൂർവ്വം RSSകാരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നു, അവർ ഇയാളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അങ്ങനെ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, കോഴിക്കോട് ഹോസ്പിറ്റലിൽ വരെ അവരാണ് എല്ലാ കാര്യം ചെയ്ത് ആംബുലൻസിൽ കൊണ്ടുവന്നതും അവർ തന്നെ. കാരണം സേവാഭാരതിയുടെ ആംബുലൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് അവർ തന്നെയാണ്, അവരൊരു ചാരിറ്റിയൊക്കെ അവർ ചെയ്യുന്ന ആൾക്കാരാണ്, അതുവഴിക്കാണ് വന്നത്. പക്ഷേ ഇവരെ വിളിച്ച് പറഞ്ഞ് ഇവർ നേരത്തെ തന്നെ അവിടെ വന്നിട്ട് കത്തിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വിറകും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ചെലവ്, അതായത് വിറക് വാങ്ങിയതിൻ്റെ ചെലവ് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് എന്താ പറയുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെയുള്ള എല്ലാ കാര്യവും അവർ തന്നെയാണ് ചെയ്തത്. അത് അയാൾ തന്നെയാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, ഈ ഇവിടുത്തെ വിറകും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് വാങ്ങി, ഞങ്ങളാണ് ഇത് ചെയ്ത്, അതിനൊപ്പം ആ പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിറക് കൊള്ളി വെച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇതുമായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമാണ്. ഒരു മനുഷ്യൻ മരിച്ചുപോയി അല്ലേ, ആ മനുഷ്യൻ മരിക്കുന്ന വരെയും ഒരു പട്ടികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം പഞ്ചായത്തിലുള്ള ആളുകളുടെ കടമ, അതാരും മരിച്ചാലും നോക്കാൻ അനാഥനായി പോയി നോക്കാൻ ആളില്ലെങ്കിൽ ഞാനായാലും ശരി, എന്നെ ആയാലും ശരി, അങ്ങനെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് അവരുടെ ജോലിയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്താകുന്നു, പോസ്റ്റർ ഇടുന്ന ആൾക്കാരും വീഡിയോ ഇടുന്ന ആൾക്കാരും മാക്സിമം എന്ത് ചെയ്തു, വർഗീയത അങ്ങോട്ട് തുപ്പി വിടുകയാണ്. ഇത് നമ്മൾ കമൻറ്റുകൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുക. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കണം, ഇതുപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കായിട്ടാണ് അവിടെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, മുസ്ലിങ്ങളെ പല രീതിയിൽ ആക്രമിക്കുന്നത്. കാരണം ഭൂരിപക്ഷം അവിടെ അറിയാലോ ഈ പാർട്ടിയുള്ള ആൾക്കാർ തന്നെയാണ്. പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടൊക്കെ കണ്ടുപഠിക്കും. സത്യം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ എത്ര സൂപ്പറായിട്ടാണ് ആളുകൾ പോകുന്നത്. മാക്സിമം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവിടെ അടിച്ചമർത്താനും ആ വർഗീയതയെ തള്ളിവിടാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ നോക്കൂ, ഒരു നാണവുമില്ലാതെ അങ്ങോട്ട് പച്ചക്കള്ളം പറയുകയാണ്. നിമിഷ നേരം കൊണ്ട് രഘുവട്ടെ സേവാഭാരതിയുടെ ജോലിക്കാരനായി മാറി. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്തായാലും അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കംപ്ലീറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വരെയുള്ള എല്ലാ കാര്യം അവരാണ് നോക്കിയതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സേവാഭാരതിക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടെ ചെയ്യാമായിരുന്നു അല്ലേ. പക്ഷെ അവിടെ ഈ രഘു എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് കാവ്യമുണ്ടും കയ്യിൽ ഈ ശരണം കിട്ടിയത്. ബാക്കി ഒന്നും അങ്ങനെയുള്ള ആൾക്കാരില്ല. അപ്പം ഈ സേവാഭാരതിയിൽ നിന്ന് ഒരാൾ മാത്രമേ വന്നുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ മാത്രമേ വന്നുള്ളൂ അവിടെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവം മാറി. ഇനി മുഖം രക്ഷിക്കണം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പല രീതിയിലും ഈ ജനം TV ശ്രമിക്കുന്നുണ്ട്. പച്ച കള്ളങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വ്യക്തി മരിക്കണവരെ റോഡിൽ അങ്ങനെ ഭക്ഷണം കിട്ടാതെ വരെ കിടന്നപ്പോൾ ഇവരൊക്കെ എവിടെ പോയി? ആരുമില്ലല്ലോ, പഞ്ചായത്തല്ലേ വന്നത്. ഇത് ഞാൻ ആ പെണ്ണിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. കാരണം അവരുടെ ജോലിയാണത്. പഞ്ചായത്ത് വന്ന് എടുത്തുകൊണ്ട് പോയി ഒരു ആരുമില്ലാത്ത ഒരു ഡെഡ് ബോഡിയെ കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഒപ്പം അതെന്തായി വാർത്തയായി വന്നപ്പോൾ, അതൊരു മുസ്ലിം സ്ത്രീ മുന്നിൽ വന്നപ്പോൾ അത് വിവാദമായി. അത് ശരിക്കും RSSനെതിരെയും BJPക്കെതിരെയും നീങ്ങുന്ന ആൾക്കാർ, സംഘപരിവാർക്കെതിരെ നീങ്ങുന്ന ആൾക്കാർ നല്ല പോസ്റ്റ് അടിച്ചിറക്കി വീഡിയോയിലൂടെയൊക്കെ നല്ല അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു നോക്കുമോ, അവർ മാക്സിമം എങ്ങനെയൊക്കെ ഇതിനെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ തിരിച്ചുവിടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് അറിയാലോ, ഒരുപാട് ബ്ലോഗർമാർ, ചാനലുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് ജനങ്ങൾ സത്യം പറഞ്ഞ വിഡ്ഢികളാണ്. അത് മാത്രമല്ല, അല്പം മനുഷ്യത്വത്തോടു കൂടി ചിന്തിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ പോലും വർഗീയത ഉണ്ടാകുകയാണ്. എന്നാലും നോക്കും, ഇപ്പോൾ ഈ ഒരു കേസല്ല, ഇതുപോലെ 100 കേസുകളുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അകത്ത്. ഹൈന്ദവരായ ആൾക്കാർ ഒരുപാട് റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. നോക്കൂ, മുസ്ലിങ്ങളിലും അത്യാവശ്യം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇവരിൽ കൂടുതൽ കിടക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരാൾ ഈ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവർ അവിടെ പോയിട്ട് അവരെ സഹായിക്കുന്നുണ്ട്, ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ആരും ചെയ്യില്ല. പക്ഷെ ഇതുപോലെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അവിടെ ഇവർക്ക് നാണക്കേട് വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ ഒരു നാണക്കേടിൽ നിന്ന് കയറി വരാൻ എന്ത് ചെയ്യുന്നു, എന്ത് കള്ളത്തരവും എന്ത് വൃത്തികളും പറയും. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, എന്നെക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നന്മ, ഈ ഒരു നല്ല കാര്യം ചെയ്ത ആളുകൾക്ക് മോശപ്പേര്, അത് ഞാൻ തന്നെ ആയിക്കോട്ടെ, ആ ഒരു മനുഷ്യൻ്റെ മരണത്തിനെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവർ
ആ ഒരു ശരീരം കത്തിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിനെടുത്തിട്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ സമാധാനം കൊടുക്കൂ. സോഷ്യൽ മീഡിയയിൽ അയാൾ ഇട്ടിട്ട് മാക്സിമം അങ്ങോട്ട് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിയെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാർട്ടികളല്ലാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു, പല രീതിയിലും അപമാനിക്കുന്ന രീതിയിലും നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, പോസ്റ്റർ ഇടുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇതൊക്കെ നമുക്ക് തന്നെ ദോഷം തരിക, മനസ്സിലായോ? നമ്മൾ ഈ വർഗീയതയിലൂടെ രണ്ടാളിങ്ങനെ വേറെ ആകുന്ന രീതിയിലാണ്. ഇതൊക്കെ തികച്ചും ബ്ലോഗർമാരും അതുപോലെ തന്നെ ഈ ചാനലുകാരും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ കമൻറ്റിൽ പറയുക യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന്. ആ മനുഷ്യൻ പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ കാര്യം വരെ അവർ തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ ഈ കത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, 10:30 വരുന്നവരും 2:30 വന്നത് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെയും അവർ ചെയ്തു, ഇവിടെ വന്ന് കത്തിക്കുന്ന അവിടെ മാത്രം ഇവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ സൈഡിൽ നോക്കുമ്പോൾ ഇവർ കുറച്ച് വറകൊക്കെ വാങ്ങി ചിലവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചെയ്യുന്ന ആളുകൾക്ക് പല സ്ഥലത്തും പല രീതിയിലും ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നാരായണേട്ടനെ വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പോഴല്ല 2 മാസം 3 മാസം മുന്നേ ഇയാൾ ഹോസ്പിറ്റലിലും തെരുവിലൊക്കെ കിടക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ കിടന്ന് മെഴുകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും സുഹൃത്തുക്കളെ കമന്റിൽ പറയുക അതുമായി ബന്ധപ്പെട്ട്.